എടപ്പാൾ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. പേപ്പർ കപ്പ്, പ്ലേറ്റ്, ഗ്ലാസ് എന്നിവയുടെ മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. എടപ്പാൾ പഴയ ബ്ലോക്കിന് സമീപത്തെ കടയിൽ നിന്ന് 535 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കൂടാതെ പൂക്കരത്തറയിലുള്ള പേപ്പർ കപ്പ്, പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് കോട്ടിംഗ് അടങ്ങിയ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും പിടികൂടി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിശ്ചിത അളവിൽ കുറവുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും പല കടകളിലും ഇവ ഇപ്പോഴും സുലഭമായി ഉപയോഗിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവ വിൽപ്പന നടത്തുന്ന നിർമ്മാണ യൂണിറ്റുകൾ കണ്ടെത്തി നടപടി കർശനമാക്കുകയാണ് ചെയ്യുന്നത്. എടപ്പാൾ പഞ്ചായത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഹോൾസെയിലായിട്ട് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പൊന്നാനി റോഡിലുള്ള ഒരു സ്ഥാപനത്തിന് പിടിച്ചെടുക്കുകയും 400 കിലോ അടുത്തുള്ള നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ലീഗലായിട്ടുള്ളത് ഇവിടെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ച് അതിന് റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അനുമതി ഇല്ലാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എടപ്പാൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എടപ്പാൾ മേഖലയിലെ കടകളിൽ നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് പ്ലേറ്റ്, ഗ്ലാസ് തുടങ്ങിയ നിരോധിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ വ്യാപകമായി നിർമ്മിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഇവിടെ നിന്നാണ് ഹോൾസെയിൽ വിൽപ്പന നടത്തുന്നത്. ഹരിതകർമ്മസേനയുമായി സഹകരിച്ച് പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് സഹകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സ്ക്വാഡ് ലീഡർ നജീബ് കിളിയണ്ണി, അംഗം നിഷാദ്, JHI N അബ്ദുൽ ജലീൽ, CPO M വിൻസെന്റ്, എടപ്പാൾ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എടപ്പാൾ. സുന്ദര നിമിഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി വളാഞ്ചേരിയിൽ ഒരിടം. കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി. വെറൈറ്റീസ് ഓഫ് കേക്ക്സ്, പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, പാസ്ത, സ്റ്റിക്സ് എന്നിവ ഇനി കേക്ക് സ്റ്റുഡിയോയിൽ നിന്നും രുചിച്ചറിയാം. ആഘോഷ ദിനങ്ങൾ വേറിട്ടതാക്കാൻ പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള പാർട്ടി ഹാൾ. പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിമിഷങ്ങൾക്ക് ഇനി മധുരം പകരാം. കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.